പിന്നെ മെയിനായിട്ട് ഈ കുശുമ്പും കുന്നായ്മയും പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇഷ്ടമുള്ളവരിടത്തോട്ട് ഇറങ്ങിപ്പോവും. ഒരു നടന്നിട്ട് 8 മാസമായി. വെളിയിൽ പറഞ്ഞാൽ എനിക്ക് തന്നെ നാണക്കേടാകണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലാന്ന്. ലാസ്റ്റ് അത് ഭയങ്കര പ്രശ്നമായി മാറി. ഹായ് ഫ്രണ്ട്സ്, അബീസിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാനിന്ന് ആലോചിച്ച് രാവിലെ ഇന്ന് എന്ത് വീഡിയോ ആണ് ചെയ്യണമെന്ന്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓർത്ത് ഈ 2024 ഞാൻ പോയി ചാടിയ 3 അബദ്ധങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒരു ഇൻഫർമേറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കണം കേട്ടോ. മുന്നോട്ട് എന്തെന്ന് ചിന്തിക്കാതെ ഞാൻ പോയി ചാടി കൊടുത്തതാണ്. അതിൽ 3 എനിക്ക് നല്ല പാഠങ്ങൾ ഞാൻ പഠിച്ചു. അപ്പം ഞാൻ ഓർത്തു ഇന്ന് എൻ്റെ ഫോളോവേഴ്സിനായിട്ട് ഈ 3 കാര്യങ്ങളൊന്ന് പറയാമെന്ന് ഓർത്തു. ഇതിലൊന്നും എനിക്ക് ഇടപെടേണ്ട ഒരു കാര്യമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇടപെട്ടു. നിങ്ങളെന്താണെങ്കിലും ഒന്ന് കേട്ട് നോക്കിക്കോ. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇത് ജീവിതത്തിൽ തന്നെ ഗുണം ചെയ്യും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാത്രി 9:30 ആയപ്പം എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അബീസ് ബ്രോ നമുക്കൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താടാ? എൻ്റെ ഒരു ഫ്രണ്ട് ലീഡ്സിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, അവൻ്റെ നാട്ടുകാരി ഷെഫീൽഡിലുണ്ട്. രാവിലെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു, എന്നിട്ട് പിന്നെ ആ പെങ്കൊച്ച് ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞു. അതായത് ലീഡ്സിൽ നിന്ന് ഇവനെ വിളിച്ചു പറഞ്ഞു, എന്നിട്ട് ഇവൻ എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണോണ്ട് അവൻ്റെ വിചാരം നമുക്ക് നാട്ടിലെ പോലെ ഇവിടെ ഹോൾഡും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അവൻ വന്ന് എന്നെ വിളിച്ചപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു അളിയാ എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് വലിയ ആളായിട്ട് ചാടി ഇറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ ഇത് ഒരു നടന്നിട്ട് 8 മാസമായി. വെളിയിൽ പറഞ്ഞാൽ എനിക്ക് തന്നെ നാണക്കേടാകണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലാന്ന്. ഞാൻ വലിയ കാര്യമായിട്ട് എന്നാൽ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഷെഫീൽഡിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുക. എനിക്ക് തോന്നുന്നു 6 7 8 നില അപ്പാർട്ട്മെൻറ്റാണ്. അതിൽ 4ാമത്തെ ഫ്ലോറിലാണ് നിൽക്കണത് ആ പെങ്കൊച്ച്. അപ്പം ഞങ്ങൾ താഴെ പോയി നിന്നു. നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ നമുക്ക് ചുമ്മാ റൂമിലോട്ട് അങ്ങ് കയറി ചെല്ലാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ കീ ടാപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കയറാൻ. അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുവാണ്. അപ്പം ഞങ്ങൾ വന്നോടത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് അകത്തോട്ട്. അപ്പം മിക്കവരും കയറ്റി വിടില്ല, നമ്മൾ കള്ളന്മാരാന്നുള്ള ഒരു രീതി. പിന്നെ രാത്രി 10 10:30 ആയി അന്നേരത്തേക്കും. അപ്പം ഒരു പോളിഷാരൻ വന്നു. പോളിഷാരൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇവൻ്റെ സിസ്റ്ററാണ്, അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, രാവിലെ വീട്ടിൽ മദറിനെ വിളിച്ച് ബ്ലഡ് വന്നു എന്ന് പറഞ്ഞു, പിന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പോളിഷാരൻ പറഞ്ഞു എന്നാൽ നിങ്ങളൊപ്പം ഞാനും വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി റൂം തുറന്നപ്പം ഒരു മലയാളി ഡോറ് തുറന്നപ്പം ഞങ്ങൾ ഓർത്തു. പിന്നെ ആ പോളിഷാരനും മനസ്സിലായി ഞങ്ങൾ സെയിം ലാംഗ്വേജ് ആണ്, സെയിം ഒരേ രാജ്യക്കാരാന്നുള്ള മനസ്സിലായി. പോളിഷാരൻ പോയി. എന്നിട്ട് അവിടെ റൂംമേറ്റ്സ് ഉണ്ട്. ഈ പെങ്കൊച്ച് രാവിലെ മുതൽ വാതിലടച്ചിട്ട് ഇരിക്കുവാണ്. വാതിലടച്ചിട്ട് ഇരുന്നു. അങ്ങനെ അപ്പം ഞാനും ഇവനും ഉണ്ട്. അപ്പം ഇവൻ എന്നേക്കാളും ഒരു 2 3 വയസ്സ് പ്രായം കുറവാണ്. അപ്പം നമ്മൾ ഒരു ഇക്കാനിയം ബന്ധത്തിലൊക്കെ പറഞ്ഞ് അഫീസൊക്കെ പോയി വാതിൽ തുറക്കാൻ പറഞ്ഞു. ഞാൻ പോയി വാതിൽ തുറന്നതും ആ പെങ്കൊച്ച് എൻ്റെ മേത്തേക്ക് ഒരു ചാട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളാരാണ് എൻ്റെ വാതിലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും, എനിക്കും എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമുണ്ടായി, ഞങ്ങൾ തീർത്തോളാം, നീ ആരാ ഇടപാടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പറത്തിച്ചു. ഞാനൊരാൾക്കടെ നമ്മൾ നാട്ടിലെ പോലെയാണ് UK എന്നും പറഞ്ഞ് എടുത്ത് ചാടിയതാ. ഞാൻ എന്നിട്ട് എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട് ഇവിടെ. പുള്ളി എടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു അബീസ് ഇങ്ങനത്തെ ഒന്നും പ്രശ്നത്തിൽ പോയി ദയവ് ചെയ്ത് ചാടല്ലേ. ചാടിക്കഴിഞ്ഞാൽ അന്നേരം ആ ലേഡി പോലീസിനെ വിളിച്ചായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ആ റൂമല്ല ഫ്ലാറ്റല്ല അവിടെ എന്തിനു വന്നു അങ്ങനെയുള്ള എല്ലാം പ്രശ്നങ്ങളും. ഞാൻ പിന്നെ ഇവനെ വിളിച്ചു. പിന്നെ ലീഡ്സിൽ നിന്ന് വിളിച്ചോണ്ട് അന്നേരം വിളിച്ചു എന്തുണ്ട് ആ പെങ്കൊച്ചിന് എന്തുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അന്നേരം എൻ്റെ വായി തോന്നി ഞാനും വിളിച്ചു. നമുക്ക് അത്രയും ദേഷ്യം വന്നു. നമ്മൾ രാത്രി ഒരു പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നിട്ട്. അപ്പം UK അങ്ങനെ നിങ്ങൾ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പണി കിട്ടാനും ചാൻസ് ഉണ്ട്. അന്ന് നമ്മളാകെ ഇടങ്ങേറായിപ്പോയി. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന സ്ഥലത്ത് ചുമ്മാ ഒരു പ്രശ്നത്തിന് ഒരു കാര്യമില്ല, ചുമ്മാ ഒന്നും മധ്യസ്ഥ നിൽക്കാൻ പോയപ്പോൾ പറഞ്ഞ് ആ ഒരു പ്രശ്നത്തിന് തുടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സ് കൂടി റൂമെടുത്ത് താമസിക്കുമായിരുന്നു. അപ്പം ഈ പെങ്കൊച്ച് റൂമെടുത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് റൂമെടുത്ത് താമസിക്കുമായിരുന്നു. റൂമെടുത്ത് താമസിച്ചപ്പം ഈ ഒരു അവിടെ താമസിക്കുന്ന പെങ്കൊച്ചിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് ആ റൂമിൽ നിൽക്കണ തന്നെ വേറൊരു പെങ്കൊച്ച് നാട്ടിലുള്ള ഇതിൻ്റെ ചേച്ചീനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായി. അപ്പം വേറെ ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ചുമ്മാ മധ്യസ്ഥ നിൽക്കാൻ പോയിട്ട് ലാസ്റ്റ് ഇവർ കേട്ടത് ഞാൻ അവിടെ പറയണം, അവർ കേട്ടത് ഞാൻ ഇവിടെ പറയണം. ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ലാസ്റ്റ് അത് ഭയങ്കര പ്രശ്നമായി മാറി.
ലാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 3 മണിയായപ്പോൾ ഒരു ദിവസം വന്നിട്ട് പറയാണ്, ബ്രോ ആണല്ലോ ഇത്രയും നേരം മധ്യസ്ഥ നിന്നത്, ഇനി ഇത് തീർന്ന വരെ മധ്യസ്ഥ നിൽക്കണമെന്ന് പറഞ്ഞ് രാത്രി 3:30 വന്നു. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം. അപ്പം അങ്ങനെ മൊത്തത്തിൽ അപ്പം ഇതിൽ നിന്നൊക്കെ ഞാനൊരു പാഠം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK സംബന്ധിച്ചോളം നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോണതാണ് ഏറ്റവും നല്ലത്. പിന്നെ മൂന്നാമത്തെ കാര്യം ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസാണ്. കാര്യം ഇവിടെ ഫ്രണ്ട്സ് ഒരു 8 പേരിക്കും കൂടി റൂം എടുക്കും. റൂം എടുത്ത് കഴിയുമ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂം എടുക്കുന്ന സമയത്ത് ഒരാൾക്കിടയിൽ അല്ലെങ്കിൽ 2 പേർക്കിടയിലായിരിക്കും കാശുള്ളൂ. അപ്പം അവരങ്ങോട്ട് ഡിപ്പോസിറ്റ് കൊടുക്കും. പിന്നെ ഈ ഡിപ്പോസിറ്റിൻ്റെ ചർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് 7 മാസം കഴിഞ്ഞപ്പം ഇഷ്ടമുള്ളവരിടത്തോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ ഈ ഡിപ്പോസിറ്റ് കൊടുത്തവർ കുടുങ്ങിപ്പോവും. ഞാൻ ലാസ്റ്റ് സമയം ഞാനിങ്ങനെ ആ റൂമിൽ പോയപ്പോൾ അവൻ പറഞ്ഞു, നമ്മളെല്ലാവരും ഫ്രണ്ട്സായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് മേടിക്കുക. ലാസ്റ്റ് എനിക്ക് ഈ പയ്യൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ലാസ്റ്റ് ഓരോരുത്തരും റൂം വെക്കേറ്റ് ചെയ്ത് പോകുമ്പം ആ റൂം ക്ലീൻ ആക്കാനുള്ള മര്യാദ പോലും അവർ കാണിച്ചിട്ടില്ല. ലാസ്റ്റ് അവൻ്റെ 800 പൗണ്ടോളം ഡിപ്പോസിറ്റ് ഹൗസ് ഓണർ കൊടുത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 4 ബെഡ്റൂമുള്ള റൂമാണ്. ഓരോരുത്തർ വെച്ച് പൊഴിഞ്ഞു പോകുമ്പോൾ അവർ റെൻറ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഡെപ്പോസിറ്റ് കൊടുക്കുന്നില്ല. കാര്യം ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ. പിന്നെ എല്ലാവരും പറയണ ഒരു ടോക്കുണ്ട്, നമ്മൾ എടുക്കുമ്പം നമ്മൾ മലയാളികൾക്കൊപ്പം തന്നെ എടുക്കണം, അതാണ് ഏറ്റവും സുഖം. പക്ഷേ ഞാൻ മനസ്സിൽ കൈവച്ച് എൻ്റെ ഫോളോവേഴ്സ്, ഞാൻ ഒരു മലയാളീനെയും കുറ്റം പറയുകയല്ല കേട്ടോ, പക്ഷേ ഞാൻ എൻ്റെ ഇതിപ്പം സത്യം പറഞ്ഞാൽ 4ാമത്തെ റൂമാണ് ഈ ഇരിക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലെടുത്തു, 5 മലയാളി ഫാമിലിയുടെ ഒപ്പമായിരുന്നു, അടിപൊളിയായിട്ട് തന്നെ പോയി. രണ്ടാമതെടുത്തപ്പോഴും ഇതുപോലെ 4 മലയാളി ഫാമിലി, ഒരു തമിഴുമായിരുന്നു, നല്ല രീതിയിൽ പോയി. മൂന്നാമതെടുത്തപ്പം നമ്മളൊരു വീടെടുത്തു, കാര്യം മക്കളെ കൊണ്ടുവന്നു, അപ്പോഴും ഒരു തമിഴ് ഫാമിലിയായിരുന്നു, നന്നായിട്ട് പോയി. ഇതിപ്പോൾ 4ാമത്തെ റൂമാണ്. ഈ റൂമിൽ ഞാൻ എന്താ പറയണ, നമുക്ക് മറ്റേ റൂമിൽ കിട്ടിയ പോലെ ഒരു അടിച്ചുപൊളി റൂം, രാത്രി പാർട്ടി ഒന്നുമില്ല. പക്ഷേ ഇവിടെ നിൽക്കണത് 4 ഇംഗ്ലീഷുകാരാണ്. ഇവിടുത്തെ ടോയ്ലറ്റ് ആണെങ്കിലും കിച്ചണാണെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്ന് വ്യൂവിങ്ങിനിട്ട വീടായിട്ടാണ് നമുക്ക് തോന്നുള്ളൂ. ഞാനൊരു വീഡിയോയുടെ ഹൈപ്പിനോ വേണ്ടി ഒന്നുമല്ല കേട്ടോ. പിന്നെ നമ്മൾ പല നാഷണാലിറ്റീസായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അവരുടെ കൾച്ചർ പരിചയപ്പെടാനും പിന്നെ മെയിനായിട്ട് ഈ കുശുമ്പും കുന്നായ്മയും പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. കാര്യം ഗൾഫിൽ നിൽക്കണേക്കാളും കൂടുതൽ ഞാൻ ഗൾഫിൽ 6 വർഷം നിന്ന ആളാണ്. ഞാൻ UK വന്നിട്ട് 3 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ UK എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ ഈ 30 വയസ്സിന് താഴെയുള്ള സ്റ്റുഡൻസ് കല്യാണം കഴിച്ചതിൻ്റെ ആണോ അതെയോ, പിന്നെ കുവൈറ്റിൽ ഞങ്ങൾ ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പാത്രം അവനെടുത്തു ഇവനെടുത്തു എന്നൊന്നും പ്രശ്നമല്ല. പിന്നെ ഇവിടെ പെണ്ണുങ്ങൾക്ക് പൊതുവെ ഒരു പാത്രം എടുത്താലും ഒരു കുക്കർ എടുത്താലും അവർ മുഖത്ത് നോക്കി പറയില്ല, പക്ഷെ അത് മനസ്സിൽ കൊണ്ടു നടന്ന് ഹസ്ബൻഡിനോട് പോയി പറയും, അവരെൻ്റെ ഇതെടുത്തോട്ട് ഇങ്ങനെ എടുത്തു. പിന്നെ അതൊരു കുശുമ്പും കുന്നായ്മയും കൂടി ആ ഉള്ള ഫ്രണ്ട്ഷിപ്പ്. ഞാൻ ഗേൾസിനെ ഒന്നടങ്കം മോശം പറയണില്ല കേട്ടോ. എൻ്റെ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ടി ഇന്ന് വരെ ഞാൻ ഒരു ബാച്ചിലർ നിൽക്കണ റൂമിൽ കുക്കർ എടുത്തതിൻ്റെ പേരിലോ സ്പൂൺ എടുത്തതിൻ്റെ പേരിലോ പ്രശ്നം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഫാമിലി ആയിട്ട് നിൽക്കണോടത്ത് ഞാൻ കേട്ടോണ്ട് മാത്രം പറയണതാണ്. എന്നെ ഒരു തരം താഴ്ന്ന രീതിയിൽ നിങ്ങൾ കാണരുത്, ഓക്കെ? അനുഭവം കൊണ്ടാണ് ഞാനിത് പറയണത്. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ UK എന്ന് പറയണ അല്ലെങ്കിൽ ലണ്ടൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഈ ഒരു 30+, എൻ്റെ ഈ 30 വയസ്സ് ഞാൻ പറയണില്ല, എൻ്റെ 30ന് മുകളിലുള്ള വയസ്സിൽ ഏറ്റവും കൂടുതൽ സ്കാം കേൾക്കുകയും കാണുകയും പരിചയപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ UK തന്നെയാണ്. ഞാനിനിയിപ്പോൾ UK PR കിട്ടുവാണെങ്കിലും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മാറ്റാൻ പോകുന്നില്ല. കാര്യം എൻ്റെ വീഡിയോയിൽ തന്നെ ഞങ്ങളിന്ന് ഈ വീഡിയോ എടുക്കുന്നതിന് ജസ്റ്റ് മുമ്പ് എണ്ണി നോക്കുമ്പോൾ 23 സ്കാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അക്കോമഡേഷൻ തന്നെ 4-5 സ്കാം ചെയ്തിട്ടുണ്ട്, HMRCയുടെ പേരിൽ ഫ്രോഡ് സ്കാം ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട്സിൻ്റെ തന്നെ സ്കാം, പിന്നെ എന്താ പറയണ ഡിപ്പോസിറ്റിൻ്റെ സ്കാം, പിന്നെ ട്യൂഷൻ ഫീയുടെ സ്കാം, പിന്നെ ഫേക്ക് കെയർ ഹോമിൻ്റെ സ്കാം, പിന്നെ ജോലി വാഗ്ദാനത്തിൻ്റെ സ്കാം. അങ്ങനെ ഈ UK ഇപ്പോൾ ഏത് ഡിസിഷൻ എടുത്താലും ഞാൻ 1, 2, 3 തവണ ചിന്തിക്കുകയും ചെയ്യും. UK ഓൾറെഡി ഉള്ള ആളുകൾക്കിടെ എക്സ്പീരിയൻസ് കേട്ടതിനും അവർക്കിടെ ഒരു സജഷൻ കേട്ടതിനും മാത്രമാണ് ഞാനൊരു ഡിസിഷൻ എടുക്കുകയുള്ളൂ. അത് എൻ്റെ ഈ 2024 കാര്യം ഞാനും അകപ്പെട്ടതാണ് 2 സ്കാമിൽ. അത് ഞാനും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ടിക്കറ്റിൻ്റെ സ്കാമിൽ ഞാനും അകപ്പെട്ടതാണ്. അപ്പം UK വന്നിട്ട് ഈ 2024 ഞാനിപ്പം UK ഏത് കോൾ വന്നാലും, ഇപ്പം ഇന്നലെ തന്നെ മോഡലിങ്ങിന് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ @gmail.com. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു കമ്പനിയിൽ നല്ലൊരു പൊസിഷൻ, അവനെ വിളിച്ച് പറഞ്ഞു, അബീസെ ഇത് പക്ക
പക്കാ സ്കാമാന്ന് പറഞ്ഞു. അതായത് ഇന്നലെ കേട്ടോ, ഞാൻ ഒരു വീഡിയോക്ക് വേണ്ടി പറയണല്ല, എന്നെ അറിയാവുന്നവർക്ക് എനിക്ക് ഒത്തിരി ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ യുകെയിലെ ഏത് ഡിസിഷൻ എടുത്താലും നിങ്ങൾ 2 തവണ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് യുകെ ചാനൽ. ബൈ മച്ചാനെ.